അരിയണ ഇതൾ വിരിയണ പൂവേ അതിലിനിയൊരു കതിരണിയുക ഗുരുഗുരുകള പ്രാവേ ഗുരുകുഴൽ അഴലും ഇനിയും Sir, I'm really tensed. I want to sing again, sir. I'm extremely sorry. Because അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല എപ്പിസോഡിലും പലരും ചുമച്ചിട്ടുണ്ടായിരുന്നു, ചിലർക്കൊക്കെ ശ്വാസം പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചാൻസ് കൊടുക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ വെച്ചിട്ടുള്ള പാടിയതിൻ്റെ ഒരു മാനദണ്ഡമേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ വി ആർ നോട്ട് ഡൂയിങ് ജസ്റ്റിസ്. മനസ്സിലായല്ലോ പറഞ്ഞത്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഒരുപാട് കോണ്ടസ്റ്റൻസ് വന്നു. അപ്പൊ ഇതിനിടയിൽ എനിക്ക് മനസ്സിലായി. കാരണം ശബ്ദം അടച്ചടച്ചടച്ച് പോകുന്നുണ്ട്, സ്ക്രാച്ച് വരുന്നുണ്ട്, അടച്ചടച്ച് പോകുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്നുകൂടെ പാടിയാൽ ചിലപ്പോൾ നന്നായിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊരു ജഡ്ജിന്റെ സ്ഥാനത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സന്നിധാനം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നിട്ട് അയാൾ ചുമച്ചു, പല്ലവി നന്നായിട്ട് പാടി, എന്നിട്ട് ചുമ വന്നിട്ട് അനുപല്ലവിയും ബാക്കിയെല്ലാം പോയി. പക്ഷെ അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കും, നിർത്തരുതായിരുന്നു. ബിക്കോസ് എനിക്ക് ഇങ്ങനെ വന്ന് അടഞ്ഞിട്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു പ്രൊസീഡ്. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ ഫേറ്റായിട്ട് കണക്കാക്കുക. കാരണം ഞങ്ങൾക്ക് ഒരാൾക്ക് കൊടുത്തന്നു കഴിഞ്ഞാൽ ഇനി ഒരാൾക്ക് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഞാൻ പാടിയത് ശരിയായില്ല, എനിക്ക് വീണ്ടും പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to do that. Sir, I'm ready to accept my fate. Okay, thank you. That's the only way out there. Thank you. All the best. മറ്റൊരു അവസരം തീർച്ചയായിട്ടും ലഭിക്കും, നിരാശപ്പെടണ്ട. Okay, all the best. Okay, happens അല്ലേ ലൈഫ്. So I have to accept it. Okay, അപ്പം സർ ഈ ബേസിസിലല്ലേ നമ്മൾ മാർക്സ് കൊടുക്കാൻ മതി? ഇതുവരെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്ക് തരാം. കുട്ടിക്കൊരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിന് മേളിലാണോ ഇതെന്ന് തോന്നി, ആ മേളിലുള്ള പോർഷൻസ് ഒക്കെ. So now my problem is actually അതായത് ഒറിജിനൽ വോയിസിൽ പാടുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല ഇപ്പോഴും. അതെ, if I'm singing a classical song, I don't find anything difficult right now. പക്ഷെ once I'm switching over to my false voice, അല്ലെങ്കിൽ ആ ഒരു സ്വീറ്റ്നെസ്സിലേക്ക് പോകുമ്പോൾ ഒരു അടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല, അത് മാത്രമല്ല, ഫാൾസ് വോയിസ് ആണ് സ്വീറ്റ് ആയിട്ടിരിക്കുന്നതെന്ന് പറയുന്ന കോൺസെപ്റ്റേ തെറ്റാണ്. സർ, അങ്ങനെയാണെങ്കിൽ ഇത് ആക്ച്വലി സീക്കാണ് നടക്കുന്നത്. ഞാനപ്പോ ശരിക്കും ഇറക്കി പാടേണ്ടി വരും. അങ്ങനെ ഫുൾ ഒറിജിനൽ വോയിസിൽ പാടാം. അങ്ങനെയല്ലേ, നമുക്ക് കംഫർട്ട് ആവുന്ന ശ്രുതിയിലല്ലേ നമ്മൾ പാടേണ്ടത്. അപ്പൊ ഞാൻ ഒറിജിനൽ വോയിസിൽ പാടുകയാണെങ്കിൽ മേഘരാഗം നെറുകിൽ തൊട്ടുമേലേ നിൽപ്പു വാനം 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 ദൂരെങ്ങോ അതാകുമ്പോ ടോപ്പ് എനിക്ക് എത്തും സർ. ഒറിജിനൽ വോയിസിൽ തന്നെ ഐ ക്യാൻ ഗോ. അങ്ങനെയാണ് പാടേണ്ടിയിരുന്നത്. അങ്ങനെയാണ് ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ പാടാവുന്ന? അതാണ് അത് പിച്ച് സെലക്ഷനിൽ പറ്റിയൊരു പാളിച്ചയാണത്. ഇല്ല, ഇത് ആദ്യം തൊട്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതാണ് പാടാൻ പറ്റിയത് അത് വേണ്ട എടുക്കാം. ഞാൻ പ്രാക്ടീസ് ചെയ്ത സീലാണ്, എന്നുവെച്ചാൽ ആദ്യം തുടങ്ങി ഞാൻ പ്രാക്ടീസ് ചെയ്ത് അതായിക്കോട്ടെ. പക്ഷെ നമുക്ക് പാടാൻ പറ്റത് ഇത് അങ്ങോട്ട് മേലോട്ട് പോകാൻ വായിച്ച് പാടാൻ പറ്റുന്നുള്ളപ്പോ എന്തിനാ സി പിടിക്കുന്നത്? പ്രത്യേകിച്ച് വേറെ ആൽഫബറ്റ്സ് ഒക്കെ ഇല്ലേ ശ്രുതിയില്? ഇത്രയും പ്രധാനപ്പെട്ട ഒരു മത്സരത്തില് നന്നായി പാടുന്നൊരു കുട്ടിയും കൂടെയാണ്. അപ്പൊ അത് കംഫർട്ടായിട്ടുള്ളൊരു ശ്രുതി സെലക്ട് ചെയ്ത് വേണമായിരുന്നു പാടാൻ. അങ്ങനെയായിരുന്നെങ്കിൽ പാട്ട് മനോഹരമായിരുന്നു. സ്വന്തം കയ്യിലെ തെറ്റാണ്, അത് മനസ്സിലാക്കുക. വല്ലാത്തൊരു അവസ്ഥയിലാണ്. മാക്സിമം നമുക്ക് പല്ലവി മാത്രം ഞാൻ പിച്ച് കുറച്ചിട്ട് പാടാം, പല്ലവി മാത്രം. ഗായത്രി, പക്ഷെ അത് മാർക്കിന് വേണ്ടി പരിഗണിക്കാൻ പറ്റില്ല. ഗായത്രിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ല, ഞങ്ങള് പറയാൻ പോണത് ഹി വിൽ ടെൽ ദ മാർക്സ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ തിങ്ക് ഓഫ് ഇറ്റ്. 50 മാർക്കാണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. With due permission of audience sitting here, I am giving her a chance to sing a Pallavi and Anubhavi. വാനം 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 ദൂരെങ്ങോ മിഴിയും നട്ടുപോൽ നിൽപ്പു യാമം 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 മേഘരാഗം നെറുകിൽ തൊട്ടുമേലേ നിൽപ്പു വാനം.
വളയണിയണ ദിന വയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുറുകുറു കണപ്രാവേ ഇളവയിൽ മണി വളയണിയണ ദിന വയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുറുകുറു കണപ്രാവേ മരകമണി ഇനിയും ഇനിയും ഇതു കവരുകയാണോ കൊതിച്ചു കൊതിച്ചിങ്ങടുത്തുവാ കളിച്ചു ചിരിച്ചു രസിച്ചുവാ പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പുലർ മനസ്സിലെ കണിമഴ കണിമഴ കണിമഴ. ഗായത്രി, ആ പല്ലവി പാടിയപ്പോ പല്ലവിയില് കുറച്ച് 2-3 സ്ഥലത്ത് പിച്ച് ഔട്ട് ഉണ്ടായിരുന്നു. അത് വിട്ടാലും നന്നായിട്ട് പാടി. ഇല്ല, പ്ലീസ് ഗായത്രിക്ക് ഒരു ക്ലാപ്പ്. ഇതൾ വിരിയണ കഥ അറിയണ ഇതൾ വിരിയണ പൂവിൻ